ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ദാ ഉണക്കക്കപ്പ വെള്ളത്തിൽ ഇട്ടിരുന്ന അത് വെച്ചിട്ട് ഒരു കപ്പ ബിരിയാണി. പണ്ട് കാലത്തൊക്കെ എപ്പോഴും പച്ചക്കപ്പ കിട്ടത്തില്ലല്ലോ, അപ്പം എല്ലാവരും ഇങ്ങനെ ഉണങ്ങി വെച്ചേക്കും. അപ്പൊ ആരെങ്കിലും ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു കപ്പ ബിരിയാണി കഴിക്കണമെന്നോ ഒക്കെ തോന്നുമ്പം ഈ ഉണക്കക്കപ്പ എടുത്തിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കും. നല്ലതാ, പച്ചക്കപ്പ ഉണ്ടാക്കും പോലെ തന്നെ, പിന്നെ കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. എന്നാലും സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം, വായോ. ഇതാ 1 കിലോ കപ്പ ഞാൻ ഇന്നലെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാണ്. നല്ല കപ്പയാട്ടോ, നമ്മൾ അരിഞ്ഞുണങ്ങിയ കപ്പയാണ്. അതുകൊണ്ട് തന്നെ കണ്ടോ, നല്ല കളറും നല്ല വൃത്തിയിലുള്ള കപ്പ. അപ്പം ഇന്നലെ വെള്ളത്തിൽ ഇട്ടതാണ്. പിന്നെ 1 കിലോ മുഴനഞ്ചാണ് കേട്ടോ, അതും നല്ലതായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, എല്ലിലേക്ക് ആവശ്യമുള്ളത് 1 സവോളയും കുറച്ച് ചെറിയുള്ളിയും 2-3 പച്ചമുളകും 1 തക്കാളിയും, പിന്നെ നമ്മുടെ പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് നമുക്ക് എല്ലടുപ്പിൽ വെക്കാം. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ നമ്മുടെ കപ്പയും അടുപ്പിൽ വെക്കണം, കുക്കറിൽ തന്നെ വെക്കണം. എന്നിട്ട് നമുക്ക് അതും വേവിച്ചെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് കപ്പയുടെ പരിപാടി നോക്കാം. ഒരു കുക്കറിലേക്ക് നമ്മുടെ കപ്പ എന്നിട്ട് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. 1 കപ്പും കൂടെ ഒഴിക്കണം. കുറച്ചും വേണം. കപ്പയ്ക്കകത്ത് വെള്ളം ഒഴിച്ചു. ഉപ്പൊന്നും ഇടത്തില്ല കേട്ടോ. ഇത് ചിലർ ഉപ്പിട്ടായിരിക്കും വേവിക്കുക, ഞാൻ ഉപ്പിടാറില്ല. അത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് വേവിക്കാം. അതിന് ശേഷം നമുക്ക് ഉപ്പിടുകയുള്ളൂ. ഇനി നമുക്ക് കപ്പ അവിടെ ഇരുന്ന് വേകട്ടെ. അടുത്ത കുക്കർ എടുക്കാം. അതിലേക്ക് എല്ലിട്ട് കൊടുക്കാം. എല്ലിട്ട് കൊടുക്കാവേ. അതിലേക്ക് ഇതാ 1 സവോള, 8-10 ചെറിയുള്ളി, 2-3 പച്ചമുളക്, 1 തക്കാളി, കുറച്ച് കറിവേപ്പില. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ ബീഫ് മസാല, നമ്മൾ ഉണ്ടാക്കിയ മസാലയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചതച്ചതാ, പേസ്റ്റ് അല്ല, ചതച്ചതാ. പൊടികൾ ഇട്ട് കൊടുക്കും. കാശ്മീരി മുളക് പൊടിയാണ്. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, എരിവിന് ആവശ്യത്തിന് ചേർത്തോണം. ഞാനിത് ചെറിയ സ്പൂണിന് 3 സ്പൂൺ ഇട്ടു. മഞ്ഞൾപ്പൊടി, പച്ചമല്ലി ചതച്ചതാണ് കേട്ടോ, മല്ലിപ്പൊടിയല്ല, പച്ചമല്ലി അങ്ങോട്ട് ചതച്ചത്, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഗരം മസാല 2 സ്പൂൺ, ലാസ്റ്റ് ഒന്നും കൂടെ ഇടണം. കുരുമുളക് പൊടി 2 സ്പൂൺ ഇട്ടു. പാകത്തിന് ഉപ്പ്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. കൈവെള്ളം ഒന്ന് കുടഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചേക്കാവേ. ഇനി ഇത് മൂടി വെച്ച് വേവിക്കണം. ഇനി നമുക്ക് കുക്കർ അങ്ങ് അടച്ച് സ്റ്റൗ അങ്ങ് ഓൺ ചെയ്തേക്കാം. ഇത് 2 പേരും അവിടെ ഇരുന്നങ്ങ് വെന്തോട്ടെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സമയത്ത് തന്നെ നമുക്ക് തേങ്ങ ഒന്ന് ചായച്ചെടുക്കണം. ചിലവർ തേങ്ങ വറുത്ത് ചേർക്കും. ഇപ്പം ഞാൻ ചേർക്കുന്നത് ചായച്ച് തന്നെയാണ്, വറക്കുന്നൊന്നുമില്ല. ഈ ഉണക്കക്കപ്പയ്ക്ക് അതാണ് ഒരു ടേസ്റ്റ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയും, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും, പച്ചമുളകും, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ചായച്ചെടുക്കാം. നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. ഇനി ഇത് ഊറ്റണം. അതിന് മുമ്പ് ഒരു ചെറിയ പണി കൂടെ ഉണ്ട്. സ്റ്റൗ ഒന്നും കൂടെ ഒന്ന് കത്തിച്ചു. നമ്മൾ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവേ. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ടാണ്, ഒരൊറ്റ തിള ഇങ്ങനെ ഒന്ന് തിളച്ചിട്ടാണ് നമ്മൾ ഊറ്റുന്നേ. നിങ്ങളൊക്കെ കപ്പയിൽ ഉപ്പ് നേരത്തെ ഇടുമായിരിക്കും. നമ്മളിവിടെ ഇങ്ങനെയാണേ, ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ. ഇനി നമുക്ക് നല്ലപോലെ തിളച്ചില്ലേ, ഇനി അങ്ങ് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഊറ്റിയിട്ട് വരാം. നമ്മുടെ എല്ല് വേവിച്ച എല്ല് കറിയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എല്ലൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കി, ഇനി ഒരൊറ്റ മിക്സിങ്ങേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് കപ്പ തട്ടി കൊടുക്കാം. ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വാട്ടുകപ്പ അങ്ങ് തട്ടി കൊടുക്കാം. ഒരിച്ചിരി അവിടെ ഇരുന്നോട്ടെ, എന്തിനാന്നുള്ളത് പിന്നെ പറഞ്ഞുതരാവേ. സ്റ്റൗ ഒന്ന് പതിയെ കത്തിച്ചു കൊടുക്കണേ. കപ്പ ഇട്ടു. ഇനി ഇതാ നമ്മുടെ അരപ്പ് അതൊന്നിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. നമ്മുടെ ഇനി നമ്മുടെ ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂടി വെക്കണേ. ഒരു 2 മിനിറ്റ് ഇവിടെ ഇരുന്നൊന്ന് സെറ്റ് ആയിക്കോട്ടെ, എന്നിട്ടേ ഇളക്കുള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് തുറന്നു നോക്കുവാണേ. ഇനി എന്നാ ചെയ്യുന്നറിയോ? ഇതാ 2 തണ്ട് പച്ചക്കറി വേപ്പില അങ്ങോട്ട് ഊരിയിടുന്നു. ഇളക്കുന്നതിന് മുമ്പാണേ 1 സ്പൂൺ കുരുമുളക് പൊടി അങ്ങോട്ട് ഇടുന്നു. 1 സ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് ഇടുന്നു. ഇളക്കി കൂട്ടുന്നു. അത്രേ ഉള്ളൂ പരിപാടി. കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണക്കക്കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര പരിപാടിയേ ഉള്ളൂ. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കി എല്ലാം സെറ്റായിരിക്കും. അപ്പൊ കപ്പ ബിരിയാണി ഞാൻ രുചിച്ചു നോക്കത്തില്ല. അപ്പൊ നോയമ്പുള്ളവരൊക്കെ എന്നാ ചെയ്യുന്നതെന്നറിയോ? ഇച്ചിരി വാട്ടുകപ്പ അങ്ങോട്ട് മാറ്റി വെക്കും. എന്നിട്ട് ഇതാ ഇച്ചിരി തേങ്ങാപ്പീര ഇടും. ഇതിനകത്ത് ഓൾറെഡി ഉപ്പിട്ടിട്ടല്ലേ. ഇതാ ഇങ്ങനെ തേങ്ങാപ്പീരയും കൂട്ടി വാട്ടുകപ്പ തിന്നും. നിങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മമാരൊക്കെ കഴിച്ചിട്ടുണ്ടാവും. എന്നാ ടേസ്റ്റ് എന്നറിയോ? അപ്പം നോയമ്പുള്ളവർ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തേങ്ങാപ്പീരയും കൂട്ടി ഇച്ചിരി എടുത്ത് മാറ്റിയിട്ട് കഴിക്കുക. ബൈ.